സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര GST വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവും മനുഷ്യനിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതകൾ മാത്രം. വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജോലി നോക്കിയ അന്തർമുഖനായിരുന്നു IRSകാരനായ മനീഷ് വിജയ്. മനീഷ് വിജയ് നാട്ടിലേക്ക് യാത്ര പോയെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന സഹപ്രവർത്തകരും സംശയമാണ് നടക്കുന്ന മരണങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറെയും സഹോദരിയെയും അമ്മയെയും കാക്കനാട് ദൂരദർശൻ TV സെന്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷും ശാലിനിയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ശകുന്തളയുടെ മൃതദേഹം കട്ടിലായിരുന്നു. മൃതദേഹങ്ങൾ പൂർണ്ണമായും അഴുകിയിരുന്നു. ഹിന്ദിയിലുള്ള കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. 5 വർഷം മുമ്പാണ് മനീഷ് കേരളത്തിൽ ജോലിക്കെത്തിയത്. ഉദ്യോഗസ്ഥനും കുടുംബവും അയൽവാസികളോട് അടുപ്പം വെച്ചു പുലർത്തിയിരുന്നില്ല. മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവന്റീവിൽ ജോലി ചെയ്തിരുന്ന മനീഷ് 1.5 വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. കാക്കനാട് താണപ്പാടം പടമുകൾ റോഡിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മനീഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. മാസങ്ങൾക്ക് മുൻപാണ് അമ്മയും സഹോദരിയും എത്തിയത്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തിയ കുട്ടികൾ പ്രദേശത്തുനിന്ന് ദുർഗന്ധം വമിക്കുന്നതായി തിരിച്ചറിഞ്ഞിരുന്നു. ഈ വീട്ടിലും വന്നു നോക്കി, എന്നാൽ അടച്ചിട്ട വീടായിരുന്നു. മനീഷ് വിജയും കുടുംബവും ആരുമായും കാര്യമായ ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഓഫീസിലും കാര്യമായ സൗഹൃദം പുലർത്താത്ത ഉദ്യോഗസ്ഥനായിരുന്നു മനീഷ്. അതുകൊണ്ട് തന്നെ ഇവരെ എന്തെങ്കിലും അലട്ടിയിരുന്നോ എന്ന് ആർക്കും അറിയില്ല. മനീഷ് വിജയ് സ്വദേശമായ ജാർഖണ്ഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അവധിയെടുത്തത്. സഹോദരിയുടെ എന്തോ കാര്യങ്ങൾ തീർക്കാനായി പോകുന്നു എന്നാണ് ഓഫീസിലൊപ്പം ജോലി ചെയ്തവരോട് പറഞ്ഞത്. ആരോടും ഇടപഴകാത്ത ഒതുങ്ങിയ പ്രകൃതമായിരുന്നു മനീഷിന്. ജാർഖണ്ഡ് സിവിൽ സർവീസിൽ റാങ്ക് ജേതാവായ സഹോദരി ശാലിനി അവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. വിജയിന്റെ അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇടയ്ക്ക് അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. തീർത്ഥയാത്രകൾ പതിവായിരുന്നു. കുടുംബത്തിന് സാമ്പത്തികമായി പ്രശ്നങ്ങളില്ല എന്നാണ് സഹപ്രവർത്തകർ അറിയിക്കുന്നത്. അതേസമയം മനീഷിന് മറ്റൊരു സഹോദരി കൂടിയുള്ളതായിട്ടാണ് വിവരം. കൂടാതെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിന് സമീപത്ത് പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിലായിരുന്നു. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കത്തിച്ച പേപ്പറുകൾക്ക് മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ. മാതാവ് കോളേജ് അധ്യാപികയും ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് ഉയർന്ന റാങ്കിൽ വിജയിച്ച ആളുമാണ് എന്ന സൂചനയുണ്ട്. സഹോദരിയുടെ ജാർഖണ്ഡ് PSC നിയമനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല.